ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി. നമ്മളിന്ന് കമ്പ്യൂട്ടർ സയൻസ് നെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബിനാർ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നൊരു വെബിനാറിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്നത് ദില്ല മിസ് ആണ്. അപ്പൊ മിസ്സിന്റെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ മിസ് നെറ്റ് 2 തവണ ക്ലിയർ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ ലാസ്റ്റ് നടന്ന കേരള PSC ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ COPയുടെ എക്സാം ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടാവും അത്. അപ്പൊ അതിലൊരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകൂടിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് മിസ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 റീസൺ കൊണ്ടാണ്. അതായത് ഇപ്പൊ നിങ്ങൾ പലരും നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ കേരള PSCക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷം നോക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിന് ഒരുപാട് എക്സാമുകളൊക്കെ വന്നായിരുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനെ കേരള PSCക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചവരുണ്ടാവും. അപ്പൊ ഇത് 2 എക്സാമുകൾ തമ്മിലും, അതായത് നെറ്റും ഈ പറയുന്ന കേരള PSCയും തമ്മിൽ നമ്മൾ എക്സാമിന്റെ പാറ്റേണും അതിന്റെ ചോദ്യത്തിന്റെ നിലവാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും കേരള PSCയുടെ നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നെറ്റ് നമുക്ക് ക്ലിയർ ആവാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ 2 എക്സാമുകളിലും ഈ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളെന്ന രീതിയിലാണ് മിസ്സിനെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മിസ്സാണ് നിങ്ങൾ ഈ ഒരു മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നെറ്റ് എക്സാം എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അങ്ങനെ അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടുകളും കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളായിരിക്കും മിസ് പറയുന്നത്. ഇതുപോലെ കേരള PSCയിൽ നിന്ന് വിഭിന്നമായിട്ട് എന്തൊക്കെയാണ് നെറ്റ് എക്സാം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിസ് പറയുന്നത്. ഓക്കെ, മിസ്സിനെ നമ്മളുടെ ഒരു മീറ്റിംഗിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. മിസ്സേ ഓക്കെ താങ്ക് യു. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. മിസ് കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, അപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് UGC നെറ്റിന്റെ, അതായത് UGC നെറ്റിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് UGC നെറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും കേരള PSCന്റെ ടെക്നിക്കൽ എക്സാമിന് വേണ്ടിയും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും കൂടി ആയിരിക്കും. അപ്പൊ ആ ഒരു 2 കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് UGC നെറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ അതിന്റെ സിലബസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ UGC എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അത് നമ്മളെ ഒരു വർഷത്തില് 2 തവണയാണ് നടക്കാറുള്ളത്. ഒന്ന് ജൂണിലും രണ്ടാമത്തേത് ഡിസംബർ സൈക്കിളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ UGC നെറ്റ് നമുക്കൊരു കോളേജിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ക്വാളിഫൈഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണെന്ന് കാണിക്കുന്ന ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് UGC നെറ്റ്. അപ്പം നമുക്ക് കോളേജിയേറ്റ്, അപ്പം നമുക്കുള്ള ഒരു അതായത് PG കഴിഞ്ഞവർക്ക് കോളേജിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആണുള്ളത് കേരള PSCയിൽ. അപ്പൊ ആ ഒരു കോളേജിയേറ്റ് എഴുതുന്നതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG വിത്ത് 55% മാർക്കും പിന്നെ UGC നെറ്റും ആണ്. അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ UGC നെറ്റ് JRF ഇപ്പം നമുക്ക് PhD, അതായത് PhD അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു എൻട്രൻസിന് അല്ലെങ്കിൽ പകരം ഈ UGC നെറ്റിന്റെ സ്കോർ, PhD സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് PhD അഡ്മിഷൻ നേടാൻ പറ്റും. അപ്പൊ ആ ഒരു ഡിവിഷനിലാണ് ഇപ്പം UGC എക്സാം നടത്തുന്നത്. അതായത് നമുക്ക് നെറ്റിന് അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ റിസർച്ച് ചെയ്യാൻ JRF ക്വാളിഫിക്കേഷനും പിന്നെ PhD ക്വാളിഫിക്കേഷൻ എന്നുള്ള 3 ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പം UGC നെറ്റ് എക്സാം നടത്തുന്നത്. അപ്പൊ അതിൽ എഴുതുന്ന നിങ്ങളെ പേപ്പർ ഏതാണോ ആ പേപ്പർ എഴുതുന്ന 6% ആൾക്കാർക്ക് നെറ്റും 6% ആൾക്കാർക്ക് നെറ്റും 1% ആൾക്കാർക്ക് JRFും ആൻഡ് 15% ആൾക്കാർക്ക് PhDയുമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതാണ് ആ ഒരു പെർസെൻറ്റേജ് കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം 2 തവണയായിട്ട് എക്സാം നടക്കും, ജൂണിലും ഡിസംബർ സൈക്കിളിലും. ഇനി ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മൾ ഫസ്റ്റ് ഇയർ ഇപ്പം ചില ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. ഇപ്പം PG ഫസ്റ്റ് ഇയർ ഉള്ള ആൾക്കാർക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും UGC. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇക്വാലന്റ് വിത്ത് റെലവൻറ്റ് സബ്ജക്റ്റ് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീൻ്റെതായിരിക്കണം. അതിപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുകയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് 50% മാർക്ക് ഫോർ ജനറൽ EWS കാറ്റഗറി, 50% മാർക്ക് ഫോർ OBC NCL അതർ കാൻഡിഡേറ്റ്സ്.
ഓക്കെ. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് JRFന് മാക്സിമം 30 ഇയേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ റിസർവ്ഡ് കാറ്റഗറീസിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നതാണ്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ അഥവാ നെറ്റ് എക്സാം ക്വാളിഫൈ അല്ലെങ്കിൽ PhD ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. അപ്പം നിങ്ങളിപ്പം PG പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാം, നെറ്റ് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അതാണ് ഒരു ക്വാളിഫിക്കേഷനും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് എക്സാമിന്റെ സ്ട്രക്ചർ എന്താന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാം, നിങ്ങളിപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും പേപ്പർ 1, പേപ്പർ 2 എന്നിങ്ങനെ 2 ഡിവിഷനിലാണ് നമ്മളെ പേപ്പർ കിടക്കുന്നത്. അതിൽ പേപ്പർ 1 ജനറൽ പേപ്പർ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് കോമൺ ആണ് സിലബസ്. അതായത് ജനറൽ പേപ്പറിന്റെ അകത്ത് നിങ്ങൾക്ക് 50 MCQ ഉണ്ടാവും. 50 MCQന് 2 മാർക്ക് വീതം, ടോട്ടൽ 100 മാർക്സിനാണ് ആ ഒരു പേപ്പർ എക്സാം ഉണ്ടാവുന്നത്. പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അപ്പൊ നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ 100 MCQ ഉണ്ടാവും. അപ്പം 100 × 2, 2 മാർക്ക് വീതം 200. അപ്പൊ 200 + 100 ടോട്ടൽ 300 മാർക്കിനാണ് നെറ്റ് എക്സാം നടത്തുന്നത്. അതുപോലെ ഏറ്റവും നമുക്ക് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത്. അപ്പൊ UGCന്റെ കേസിൽ മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത്. കമ്മിങ് ടു കേരള PSC അല്ലെങ്കിൽ അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതാണ് ആദ്യം ഒരു ഡിഫറൻസ് പറയാനുള്ളത്. നമ്മൾ നെറ്റ് എക്സാമിന്റെ അകത്ത് UGC നെറ്റിന്റെ അകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എന്നാൽ കേരള PSCന്റെ അകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ദെൻ 3 hour ആണ് നമ്മുടെ എക്സാം ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 hours ഉള്ളിലാണ് നമ്മൾ ഈ 300 മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. അതിൽ പേപ്പർ 1 50 ക്വസ്റ്റ്യൻസും പേപ്പർ 2 100 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസിന് 3 hours ആണ് നമ്മളെ മുന്നിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാം സ്ട്രക്ചർ ഫോർ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ദെൻ ക്വാളിഫൈങ് മാർക്സ്. അപ്പൊ നമ്മൾ എക്സാം ഒക്കെ എഴുതി അല്ലെ, അപ്പൊ നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ന്റെ ഒക്കെ നമ്മൾ കാര്യം നോക്കി എഴുതി. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ക്വാളിഫൈങ് മാർക്സ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, ജനറൽ കാറ്റഗറിക്ക് 40% അഗ്രിഗേഷൻ ബോത്ത് പേപ്പേഴ്സിൽ ഉണ്ടാവും. ആൻഡ് റിസർവ്ഡ് കാറ്റഗറീസിന് 35% അഗ്രിഗേഷൻ ആയിരിക്കും ബോത്ത് പേപ്പേഴ്സ്. ആൻഡ് നേരത്തെ ഞാൻ പറഞ്ഞു 6% ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റിക്ക് ക്വാളിഫൈഡ് ആവുന്നത്. 1% ആണ് JRFന് ക്വാളിഫൈഡ് ആവുന്നത്. ആൻഡ് 15% ആണ് PhDക്ക് ക്വാളിഫൈഡ് ആവുന്നത്. അപ്പൊ ഇതാണ് ഒരു സെലക്ഷൻ ക്വാളിഫൈങ് മാർക്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നമ്മുടെ എക്സാം സ്ട്രക്ചർ, എന്തൊക്കെ പേപ്പർ ഉണ്ട്, ക്വാളിഫൈങ് മാർക്ക് എന്തൊക്കെയാണെന്ന്. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞു 3 hours നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെ. അപ്പൊ എന്തൊക്കെ പ്രിപ്പറേഷൻ ടിപ്സിലൂടെ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദ സിലബസ് ആണ്. അതായത് നമുക്കറിയാം പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടെന്ന് അല്ലെ. അപ്പം രണ്ടിനും 2 സിലബസ് ആണ്. പേപ്പർ 1ൽ ഒരു 10 modules ഉണ്ട്, പേപ്പർ 2ൽ ഒരു 10 modules ഉണ്ട്. അപ്പം ആദ്യം നമ്മുടെ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ സിലബസ് നിങ്ങൾ പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതായത് ബോത്ത് പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും സിലബസ് ആദ്യം തന്നെ പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് അണ്ടർസ്റ്റാൻഡ് ദ സിലബസിലൂടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ദെൻ അനാലിസിസ് ഓഫ് PYQ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷം 2 തവണ നടക്കുന്നതായതുകൊണ്ട്, ഇപ്പൊ ജനറൽ പേപ്പറിലൊക്കെ ആണെങ്കിൽ കോമൺ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ജനറൽ പേപ്പറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം ആ ഒരു PYQ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് നന്നായിട്ട് അനാലിസിസ് ചെയ്യേണ്ടത്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണെന്നും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള ഒരു വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു 10 ഇയേഴ്സിന്റെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ്, ഇനിയിപ്പം 10 പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് എങ്കിലും നല്ല വ്യക്തമായിട്ടൊന്ന് അനാലിസിസ് നടത്തണം. അത് ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2.
പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രിന്റ് എടുത്ത് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ഒന്ന് നമ്മളിപ്പോൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് സോർട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിലൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റിലും നല്ല രീതിയിൽ ഇപ്പൊ നമുക്ക് സ്ട്രോങ് ഏതാണ് വീക്ക് ഏതാണെന്ന് മനസ്സിലാക്കി സബ്ജക്റ്റിനെ നമുക്ക് ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് PYQ അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഇപ്പം നമുക്ക് സിലബസ് മനസ്സിലാക്കി PYQ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു 10 മൊഡ്യൂൾസ് ജനറൽ പേപ്പർ 1നും 10 ഉണ്ട്, പേപ്പർ 2നും 10 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ഈ 10 മൊഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് വാസ്റ്റ് സിലബസ് ആണ് നെറ്റിന് വരുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരാൾ എങ്ങനെയാ മെമ്മറൈസ് ചെയ്ത് വെക്കുക, ഒരാൾക്ക് എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് മൊത്തം പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിന്റെ അപ്പുറം നമ്മൾ ആ PYQ അനാലിസിസ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ഏരിയനാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിനാണ് വെയിറ്റേജ് കൂടുതലായിട്ട് വരുന്നത്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് ഏരിയ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ ചോദിക്കുന്നതൊക്കെ വേറെ പല കാര്യങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു ഡിഫറൻസ് അവിടെ വരും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ആദ്യം നമ്മൾ പ്രിന്റ് സിലബസ് എടുത്തതിന് ശേഷം PYQ നല്ല രീതിയിൽ അനാലിസിസ് നടത്തുക, അതിനുശേഷം നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ഒരു പഠിച്ച് നമ്മൾ ഒരു റിവിഷൻ നോട്ടൊക്കെ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു 10-20 മൊഡ്യൂൾ തന്നെ നമുക്ക് ഒരുപാട് നോട്ടുകൾ ഉണ്ടാവും. അതായത് നിങ്ങളിപ്പം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഇപ്പം ഒരു 3 സബ്ജക്റ്റിന് ഒരു നോട്ട്, ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് നമുക്ക് റിവിഷൻ ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്നുള്ള റിവിഷനൊക്കെ പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ബോത്ത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അതായത് ഒരു 2 നോട്ട്ബുക്കേ നിങ്ങൾ പിന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ ഒരു നോട്ട്ബുക്ക് പേപ്പർ 1നും മറ്റേ നോട്ട്ബുക്ക് പേപ്പർ 2നും. അപ്പോൾ അതിൽ ഈ ഒരു നോട്ട്ബുക്കിൽ നിന്നിട്ട് പേപ്പർ 1ലെ 10 മൊഡ്യൂൾസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുള്ള പിന്നെ കുറച്ച് ഫോർമുലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെന്റോ അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടിൻ്റെ അകത്ത് എഴുതി വെക്കേണ്ടത്. ഒരിക്കലും ഒരു നോട്ടിന്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. ഒരു നോട്ടിന്റെ അകത്ത് 10 മൊഡ്യൂൾസിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ച് വേണം റിവിഷൻ നോട്ട് ഉണ്ടാക്കാൻ. അതേപോലെ പേപ്പർ 2ന്റെയും 10 മൊഡ്യൂൾസിന്റെയും നമ്മളിപ്പം ഓരോ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നെറ്റ്വർക്ക്, അങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം നമുക്ക് മറന്നു പോകുന്ന ഇങ്ങനത്തെ ഇക്വേഷൻസ്, ഫോർമുലാസ്, പിന്നെ എന്തെങ്കിലും പ്രോട്ടോകോൾസ് ആണെങ്കിൽ അത്, ഫങ്ഷൻസ് ആണ്, ലെയേഴ്സിന്റെ ഫങ്ഷൻസ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിട്ടുള്ള ഒരു പേപ്പർ 2ന്റെ റിവിഷൻ നോട്ടും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന്റെ ടൈമിലാണ് നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബോത്ത് UGC ആൻഡ് PSC. ഇത് UGCക്കും PSCക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, സിലബസ് വൈസ് നോക്കുന്ന സമയത്ത് UGC നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് PSC എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എന്താ പറയാ ഈസി ആയിട്ട് നമുക്ക് അതിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം UGCന്റെ അകത്ത് ഒരുവിധം നമ്മൾ എല്ലാ പേപ്പേഴ്സും പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സിലബസും കാര്യങ്ങളും തന്നെയാണ് PSCന്റെ സിലബസ് ആയിട്ടും വരുന്നത്. ഒരു വ്യത്യാസം നെഗറ്റീവ് മാർക്കിംഗ് PSCന്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് PSC മോസ്റ്റ് ഓഫ് ദ ടൈം ചോദിക്കാം. അപ്പൊ നമ്മൾ UGCക്ക് നമ്മൾ കുറച്ച് വലിയ രീതിയിൽ പഠിക്കും. അപ്പൊ നമ്മൾ PSC എഴുതുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും.
അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഒരു രണ്ടിനും വേണം, രണ്ടിനും കൂടെ എന്നുള്ള രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാം. ഒരു ബേസിക് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും. അതായത് ഒരു ഇപ്പം ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ UGC ക്വസ്റ്റ്യൻ ചോദിച്ച് വലിയ വലിയ പ്രോബ്ലം, ഇപ്പം നെറ്റ്വർക്കിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയ പ്രോട്ടോകോൾ അല്ലെങ്കിൽ IPv4 ഒക്കെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് പകരം സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ പഠിക്കാം. അതിന്റെ ബേസ് നല്ലോണം ഉറപ്പാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പൊ നമുക്ക് ഈ എക്സാം, നെറ്റ് എക്സാമും PSC എക്സാമും രണ്ടും നമുക്ക് ഒരുപോലെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെ സൈഡിലായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ റിവിഷൻ നോട്ട് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പേപ്പർ 1ന്റെ കാര്യം പറയുകയാണെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷനും ഡേറ്റ ഇന്റർപ്രിട്ടേഷനും ലോജിക്കൽ റീസണിങ്ങും മാത്തമാറ്റിക്കൽ റീസണിങ്, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രാക്ടീസിലൂടെ മാത്രം. അതുപോലെ തന്നെ DIയും. ഇനിയിപ്പം ചില ആൾക്കാർക്ക് മാത്സ് കുറച്ചുകൂടി നന്നായി സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയുള്ളവർ ആ രീതിയിൽ അവരുടെ വീക്ക് ഏരിയ ഏതൊക്കെയാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാത്തവര് അല്ലെങ്കിൽ ഇതെല്ലാം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നവര് എല്ലാ ദിവസം എന്ന് പറയുന്നില്ല, എല്ലാ വീക്കും ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യനും DI ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്തു നോക്കാൻ ശ്രമിക്കുക. കാരണം ഇതിനാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്, വായിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്ത് കാൽക്കുലേഷൻ കിട്ടാനൊക്കെ. അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വീക്ക്ലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു മോക്ക് ടെസ്റ്റും പിന്നെ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് എപ്പോഴും ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിലാണ് കുറച്ചുകൂടെ നിങ്ങൾക്ക് അറിയുന്നത്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ വീക്ക് ഏരിയ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. അപ്പൊ ആ ഒരു വീക്ക് സബ്ജക്റ്റ് ഏതാണോ അതിന് ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മളൊരു 10 വർഷത്തെ PYQ എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ നോളജ് കൂടുകയും ചെയ്യും, നമ്മുടെ വീക്ക് സബ്ജക്റ്റ് ആയിട്ട് കിടന്ന കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആവുകയും ചെയ്യും. അതാണ് സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് എപ്പോഴും ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഇതുപോലത്തെ എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സബ്ജക്റ്റ് നോളജ് ഉണ്ടാവണം. ഈ സബ്ജക്റ്റ് നോളജ് ഉണ്ടാവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സബ്ജക്ട് വൈസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു 100 ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ, ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു സബ്ജക്റ്റിൽ ഒരു 50 ക്വസ്റ്റ്യൻസ് അല്ലെ 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെയല്ല. ഒരു സബ്ജക്റ്റിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് തന്നെ മാക്സിമം എടുക്കുക. എന്നിട്ട് ഈ 100 ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. വേറെ 100 ക്വസ്റ്റ്യൻസ് തപ്പി പോവുക, അതൊന്നും ആവശ്യമില്ല. ആ ഒരു 100 ക്വസ്റ്റ്യൻസിന് തന്നെ വീണ്ടും റിവിഷൻ മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു ഫെമിലിയാരിറ്റി വരണം. ആ ഒരു ക്വസ്റ്റ്യൻ ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണാം എക്സാം ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ ഒരു സബ്ജക്ട് ഫെമിലിയാരിറ്റി കിട്ടാനും നമുക്ക് ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ ഒതുക്കാനും പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മോക്ക് ടെസ്റ്റ്, സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്. പിന്നെ ഉള്ളതാണ് റിവിഷൻ. അപ്പൊ റിവിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ റിവിഷൻ നോട്ട് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്. ആകെ 2 നോട്ടേ പിന്നെ അവസാനം നമ്മളെ കയ്യിൽ ബാലൻസ് ആയിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. ആ 2 നോട്ടായിരിക്കണം റിവിഷൻ എന്ന് പറയുന്ന ഒരു ഡേ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ഡേയിൽ ഈ 2 നോട്ടായിരിക്കണം റിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പേപ്പർ 1ന്റെ മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് പറയാം. ജനറലിൽ 40% മാർക്കാണ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ നെറ്റ് കിട്ടുക അല്ലെങ്കിൽ JRF സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം പേപ്പർ 1ൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. പലർക്കും നമ്മുടെ സബ്ജക്റ്റ് സ്ട്രോങ് ആയിരിക്കും, പക്ഷെ പേപ്പർ 1 ഒന്നും അറിയില്ല എന്നായിരിക്കും പറയാം.
അതെന്താന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നില്ല എന്നാണ് അതിന്റെ മീനിങ്. അതായത് നമ്മൾ പേപ്പർ 2 മാത്രം നമ്മൾ പഠിക്കും. കാരണം നമ്മൾ കുറെ വർഷമായിട്ട് അത് പഠിച്ചു വരുന്നതാണല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വായിക്കല് നെറ്റിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ 2 തന്നെ ആയിരിക്കും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതന്നെ വായിച്ച് അതിൽ കൂടുതൽ സ്കോർ ചെയ്യാം, എന്നാൽ നെറ്റ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങിലായിരിക്കും ഒരു വിഭാഗം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ പേപ്പർ 1 നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പേപ്പർ 1 നല്ല രീതിയിൽ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് ഒരു JRF എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മാർക്കിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എബോ ഒരു 170 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മാർക്ക് വരുന്നത് അല്ലേ. 170 200 സംതിങ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് JRFന്റെ കട്ട് ഓഫ് ഒക്കെ പോകുന്നത്. അപ്പൊ അത്രയും ഒരു സ്കോർ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ 1 നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഇനി ജനറൽ പേപ്പറിന്റെ നമ്മുടെ സിലബസ് ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പരിചയപ്പെടാന്നുള്ളതാണ്. പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, റീസണിംഗ്, ലോജിക്കൽ റീസണിംഗ്, DI, ICT, പീപ്പിൾ എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. ഓരോ മൊഡ്യൂളിനും 5 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കുന്നത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മാർക്സ് വീതം 100 മാർക്സ്. ഓക്കെ. അപ്പൊ ടോട്ടൽ 100 മാർക്സിനാണ് ഈ ഒരു 10 മൊഡ്യൂളിൽ നിന്നും ചോദിക്കുക. മാക്സിമം നിങ്ങൾ ഒരു എക്സാം അതായത് 3 hours ആണ് നമ്മുടെ എക്സാം ടൈം. അതിൽ മാക്സിമം 1 hourന്റെ ഉള്ളിൽ നിങ്ങൾ പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ പേപ്പർ 2 നിങ്ങൾക്ക് ഒരു 2 hours ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം 1 hour എടുക്കുക. ഓക്കെ. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് മാനേജ് ചെയ്യുക. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് റീഡിംഗ് കോംപ്രഹെൻഷനും പിന്നെ നമ്മുടെ റീസണിങ്ങും ലോജിക്കൽ റീസണിങ്ങും DIയും ഇത്രയും ഭാഗം വീക്ക്ലി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്ന പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇതിൽ സ്പീഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം ഇവിടെ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈം നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഇപ്പൊ ഇതിൽ ചില സബ്ജക്റ്റ് ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും പഠിക്കാം. അപ്പൊ അങ്ങനത്തെ സബ്ജക്റ്റ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക. ഇനി ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തെങ്കിലും പഠിക്കുക. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതിനെങ്കിലും ശ്രമിക്കുക. പിന്നെ ICT എന്ന് പറയുന്നത് CS പേപ്പർ 2 കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് ഇത് വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ഇതിന് നമ്മൾ അത്ര ഒരു ടൈം കൊടുക്കേണ്ട ആവശ്യം വരില്ല. നമുക്ക് തന്നെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ICT. ബാക്കിയുള്ളത് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ നല്ല ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ ഇതിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ പുതിയ പുതിയ മെഷേഴ്സ്, ഇപ്പൊ CO2ന്റെ അളവ്, അങ്ങനത്തെ മെഷർമെന്റ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ നോക്കി വെച്ച് നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ റിവിഷൻ നോട്ടിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. അതുപോലെ കുറെ യൂണിവേഴ്സിറ്റീസും പിന്നെ കുറെ സ്കീമും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ സ്കീം വരുന്നതിനനുസരിച്ച് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു പേപ്പറിനൊക്കെ നല്ല രീതിയിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ. അപ്പം ഇത് തിയറി സബ്ജക്റ്റ് ആ ഒരു രീതിയിലാണ്. ഇത് തിയറി സബ്ജക്റ്റിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, ICT, PD, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് തിയറി ആയിട്ടുള്ള വരുന്നതാണ്. അപ്പൊ തിയറി പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ നമ്മൾ വീക്ക്ലി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇത് നമ്മളെ ന്യൂമറിക്കൽ ടൈപ്പ് ആണ്. അപ്പം കുറച്ചുകൂടി ന്യൂമറിക്കൽ പ്രോബ്ലം ഓറിയന്റഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് പേപ്പർ കവർ ചെയ്യാവുന്നതാണ്. അപ്പം തിയറി ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക. രണ്ടായെങ്കിലും വീക്ക്ലി റീഡിംഗ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ പേപ്പർ 2 കമ്പ്യൂട്ടർ സയൻസ് നമ്മുടെ പേപ്പർ. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്നത് ഡിസ്ക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അതിൻ്റെ അകത്ത് മാത്തമാറ്റിക്കൽ ലോജിക്, സെറ്റ് റിലേഷൻ, ഗ്രാഫ് തിയറി, ഒപ്റ്റിമൈസേഷൻ, കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സബ് ഏരിയ വരുന്നുണ്ട്.
അതിൽ ലോജിക്കും സെറ്റും ഗ്രാഫും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാം. ബാക്കിയുള്ള ഇപ്പം നിങ്ങളുടെ ആക്ച്വലി നമുക്ക് ഇന്നത് എന്നുള്ളത് പറയാൻ പറ്റൂല. കാരണം നമുക്ക് ചില ആൾക്കാർക്ക് ഇതെല്ലാം ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ടി അനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അപ്പം കൂടുതൽ സമയം കൊടുക്കേണ്ടത് അല്ലെ കുറച്ചുകൂടെ നന്നായി പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നോക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു PYQ അനാലിസിസ്. അപ്പൊ ആ ഒരു PYQ അനാലിസിസിൽ നിന്ന് ഇതിൽ നിന്നും ഏത് ഭാഗത്തു നിന്നാണോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ആ ഒരു ഏരിയയിൽ നിന്ന് നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ലോജിക്കെന്നും സെറ്റും ഗ്രാഫും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ഭാഗം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പഠിക്കുക തന്നെ ചെയ്യാം. രണ്ടാമത്തെ മൊഡ്യൂൾ വരുന്നത് COA ആണ്. COAന്റെ അകത്ത് ഡിജിറ്റലും COAയും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഡിജിറ്റൽ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി നമുക്കൊരു ഈസി സബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ ഡിജിറ്റൽ നന്നായിട്ട് നോക്കുക. അതിനകത്ത് തന്നെ ഡാറ്റ റെപ്രസെന്റേഷൻസ് ഒക്കെ പഠിക്കുക. പിന്നെ ബേസ് COAന്റെ ഡിസൈനും രജിസ്റ്റേഴ്സും അതിലെ അഡ്രസ്സിംഗ് മോഡും കാര്യങ്ങളും പിന്നെ ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. രജിസ്റ്റർ ട്രാൻസ്ഫർ ഈ ഭാഗത്തു നിന്നൊക്കെ. ഈ ഒരു രീതിയിൽ COAയും ഡിജിറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വേണം ഈ യൂണിറ്റ് 2 പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. Then പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. ഇതിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നിങ്ങളിപ്പം സ്കിപ്പ് ചെയ്താലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നല്ല രീതിയിൽ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഇതിൻ്റെ അകത്ത് സിയും C++, ജാവ എന്നുള്ള രീതിയിൽ നമുക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിലും ചോദിക്കാം. എല്ലാം ഊപ്പ് ബേസ്ഡ് ആയതുകൊണ്ട് ഊപ്പ് കോൺസെപ്റ്റും ആ ഒരു ഭാഗവും കറക്റ്റ് പ്രോഗ്രാമിങ്ങിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇൻ കേസ് ഏതൊരു പ്രോഗ്രാം ചോദിച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നിങ്ങളിപ്പം ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഇനി അത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് പഠിക്കാം. അത് ഈസി വലിയ ബുദ്ധിമുട്ടില്ലാത്ത പിന്നെ സബ്ജക്റ്റ് ആണ്. ഇത് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് പഠിക്കാം. ഇത് ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ DBMS ആണ് വരുന്നത്. DBMS എല്ലാവർക്കും ഒരുപാട് നമ്മൾ ഡിഗ്രിയിലും PGയിലും ഒക്കെ പഠിച്ച ഒരു പേപ്പർ ആയിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് SQLന് ഇപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. SQLന്റെ അകത്ത് ക്വറി ബേസ്ഡ് ആയിട്ട് നമ്മളോട് ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ ലോജിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ DBMSന്റെ അകത്ത് ഡേറ്റ വെയർഹൗസിങ്ങും ഡേറ്റ മൈനിങ്ങും NoSQL ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പുതിയ റിലേഷണൽ ഡാറ്റാബേസ് കോൺസെപ്റ്റും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗം ബിഗ് ഡാറ്റ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ നോർമലൈസേഷൻ ഒക്കെ നന്നായിട്ട് പ്രോബ്ലം ചെയ്ത് പഠിക്കുക. നോർമലൈസേഷൻ എന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് PSCക്കും വരാറുണ്ട്. ഇപ്പം PSCക്കും SQLന്റെ പോർഷനിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വറി ബേസ്ഡ് ആയിട്ടാണ് PSCയും ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അല്ലാതെ തിയറി ബേസിനേക്കാളും ഇപ്പം കുറച്ചുകൂടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലോജിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ പഠിക്കുന്നത് നിങ്ങൾക്ക് നെറ്റിനും PSCക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ നോർമലൈസേഷനും നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാം. ദെൻ സിസ്റ്റം സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ DBMS പോലെ തന്നെ ഒരുപാട് പഠിച്ചൊരു കാര്യമായിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ CPU ഷെഡ്യൂളിങ്ങിന്റെ എല്ലാ അൽഗോരിതവും എല്ലാ അൽഗോരിതത്തിലും വരുന്ന പ്രോബ്ലംസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. പ്രോസസ് മാനേജ്മെന്റും സ്റ്റോറേജ് മാനേജ്മെന്റും അതിൽ ഡിസ്ക് ഷെഡ്യൂളിംഗ് ഒക്കെ അല്ലെങ്കിൽ ഡിസ്ക് ഷെഡ്യൂളിങ്ങും ഫയൽ മാനേജ്മെന്റും ആ ഏരിയ ഒക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി പോവുക. OSഉം PSC എക്സാം എഴുതുന്നതിനെ സംബന്ധിച്ച് OS എന്ന് പറയുന്നതും നമുക്ക് ആ ഒരു ഭാഗത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ OS നിങ്ങൾക്ക് UGC നെറ്റിന് കവർ ചെയ്താൽ അത് PSCക്കും ഹെൽപ്ഫുൾ ആണ്. പിന്നെ വരുന്നതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്.
അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ അകത്ത് ഇതൊരു തിയറി സബ്ജക്ട്, പക്ക തിയറി ബേസ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ആ ഒരു ഹൈറാർക്കി വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ് മോഡലിൽ നിന്ന് തുടങ്ങി ആ ഒരു സ്റ്റെപ്പിൽ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ഉണ്ടായി വരുന്നത് അതിന്റെ ബേസ്, ഇപ്പൊ നമ്മൾ ഒരു വീട് ഉണ്ടാക്കുന്ന ഒരു മോഡലില് സോഫ്റ്റ്വെയറിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിന്റെ ഒരു തറ ഇടുന്നത് മുതൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടുന്നത് മുതൽ എന്നുള്ള രീതിയിൽ സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ് ഗ്യാതറിംഗ് മുതൽ ലാസ്റ്റ് ടെസ്റ്റിംഗ് വരെ ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി എന്നുള്ള രീതിയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള പേപ്പർ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. എല്ലാം ചിലപ്പം ഒരുപോലെ സെയിം ആണല്ലോ എന്ന് വരെ തോന്നുന്ന ഒരു പേപ്പർ, അല്ലെങ്കിൽ അങ്ങനെ വരെ നമുക്ക് തോന്നിയേക്കാം. അപ്പം ആ രീതിയിൽ ഒരു വ്യക്തമായ ഒരു കൺസ്ട്രക്ഷനിൽ വേണം നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രോസസ് മോഡൽ ഡിസൈന്, ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസും, കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, ക്വാളിറ്റി, ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. തിയറി പേപ്പറാണ്. തിയറി പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. ദെൻ നമ്മുടെ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം. ഈ പേപ്പർ ഇപ്പം ഈ SC എന്ന് പറയുന്നത് നമ്മളെ പ്രോഗ്രാമറിന്റെ സിലബസിലുണ്ട്. അപ്പൊ SC പഠിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു ASC എക്സാം എഴുതുന്നതിന് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ DSAന്റെ അകത്ത് ഡാറ്റ സ്ട്രക്ചറും അൽഗോരിതവും, ഡാറ്റ സ്ട്രക്ചറിനെ അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ അൽഗോരിതം അനാലിസിസും കൂടെ രണ്ടും കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പം രണ്ട് ഡാറ്റ സ്ട്രക്ചർ വേറെ അൽഗോരിതം വേറെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. ഡാറ്റ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു എൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അൽഗോരിതവും കൂടെ പഠിക്കുക. രണ്ടും കണക്റ്റഡ് ആണ്. അപ്പം അതിൻ്റെ അകത്ത് ഒരുപാട് ഗ്രാഫും അതിന്റെ കോംപ്ലക്സിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർത്ത് വെക്കുക. ഇതൊക്കെ നമ്മുടെ റിവിഷൻ നോട്ടിന്റെ അകത്ത് എഴുതി വെക്കണം. Then TOC and compiler. TOC കമ്പൈലറിന്റെ അകത്ത് നമുക്കറിയാം ആയിരിക്കും ചില ആൾക്കാർക്ക് ഈ പേപ്പർ ഇഷ്ടമേ ഉണ്ടാവില്ല, അവർക്ക് പഠിക്കാനേ താല്പര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് രണ്ടും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇതിന് നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കേണ്ടതിന്റെ ക്ലോഷർ പ്രോപ്പർട്ടീസും ഡെസിഡബിൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ആ ഒരു കാര്യം എങ്കിലും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. കാരണം ഈ ഒരു യൂണിറ്റ് 8 TOC കമ്പൈലറിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ TOC കമ്പൈലറിൽ നിന്ന് പഠിക്കുക. എല്ലാ ലാംഗ്വേജും അതിന്റെ ഗ്രാമറും ഏത് ഗ്രാമർ ആണെന്ന് കണ്ടുപിടിക്കുക. ടൈപ്പ് ഓഫ് ഗ്രാമറിൽ കുറച്ചൊരു ലാംഗ്വേജ് തന്നിട്ട് അത് ഏത് ഗ്രാമർ ആണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ CNF, GNF ഇതിലുള്ള പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറ്. പിന്നെ ക്ലോഷർ പ്രോപ്പർട്ടീസും ഡെസിഡബിൾ പ്രോപ്പർട്ടീസും. അപ്പൊ ഇത്രയും ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് TOCയും കമ്പൈലറിന്റെ അകത്ത് കമ്പൈലറിന്റെ ഫേസസ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു യൂണിറ്റ് 8 നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇത് പഠിക്കണം. പിന്നെ നമ്മുടെ നെറ്റ്വർക്ക്, ഡാറ്റ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഒരു വലിയ ഏരിയ ആണ്. ബോത്ത് കമ്മ്യൂണിക്കേഷനും നെറ്റ്വർക്കും രണ്ടും പഠിക്കണം. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ അകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. പിന്നെ നെറ്റ്വർക്കിന്റെ അകത്ത് ഇപ്പം വേൾഡ് വൈഡ് വെബ് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ പ്രോട്ടോകോൾസും ഓരോ പ്രോട്ടോകോൾസിന്റെ ഫങ്ഷൻസ് എന്താണെന്നും നല്ല വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് OSI അതായത് SC പഠിക്കുന്ന പോലെ തന്നെ ഓരോ ലെയറും, ഇപ്പം ഫിസിക്കൽ ലെയർ ആണെങ്കിൽ ആ ഫിസിക്കൽ ലെയറിന്റെ ഫങ്ഷൻസ് വെച്ചിട്ട് ഓരോ ഫങ്ഷന്റെ ഉള്ളിലും വരുന്ന സബ് പോയിന്റ്സ് അല്ലെ സബായിട്ട് വരുന്ന കാര്യങ്ങൾ പഠിച്ച് ആ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം അടുത്ത ലെയർ എടുക്കുക. എന്നിട്ട് അതിന്റെ ഫങ്ഷൻസും അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളായിട്ട് പഠിക്കുക. അങ്ങനെ ഓരോ 7 ലെയേഴ്സും അതിന്റെ ഫങ്ഷൻസും പഠിക്കുമ്പോഴേക്ക് ഇതിന്റെ ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് ഉണ്ടാവും. അല്ലാതെ എപ്പോഴും നെറ്റ്വർക്കിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഒരു
എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ നമ്മൾ പഠിക്കുന്ന ഓർഡറിനനുസരിച്ചിരിക്കും നമ്മളെ സബ്ജക്ട് നോളജ്. അപ്പൊ എല്ലാം കണക്ട് ചെയ്തും റിലേറ്റ് ചെയ്തിട്ടും വേണം നമ്മൾ ഇങ്ങനത്തെ സബ്ജക്റ്റ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മൊബൈൽ ടെക്നോളജി ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി നല്ല രീതിയിൽ പഠിക്കാം. ദെൻ ലാസ്റ്റ് മൊഡ്യൂളാണ് AI. AI നിന്നൊക്കെ ഇപ്പം ക്വസ്റ്റ്യൻസ് ഇപ്പം പുതിയ പാസ് ഔട്ട് ആയി വരുന്ന കുട്ടികളൊക്കെ അവർക്ക് ഇപ്പം AI സിലബസിൽ ഉണ്ടാവും. പഴയ ഇപ്പം കുറച്ച് മുന്നേ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ അവർക്ക് AI എന്ന് പറയുന്നതൊക്കെ പുതിയ ഒരു കാര്യമായിരിക്കും. അങ്ങനെയുള്ളവര് ഇതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ AI പഠിക്കാൻ കൂടെ ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്ക് ടച്ച് ഇല്ല, നമ്മളെ എന്നൊരിക്കലും മാറ്റിവെക്കരുത്. ഈ ഒരു പേപ്പർ പഠിക്കുന്നത് നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ്. ഒരിക്കലും മാറ്റി വെക്കരുത്. ഇത് പെട്ടെന്നാണ് നമുക്ക് ചിലപ്പോൾ ഒരു മൊഡ്യൂളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നെറ്റ് എന്നുള്ള ഒരു എയിം ആണെങ്കിൽ. എന്നാലും AI-നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ മുന്നോട്ട് ഇനിയിപ്പം AI ക്ലൗഡ് കമ്പ്യൂട്ടിങ് അങ്ങനത്തെ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്തിനും ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന എന്നൊരു കാര്യം, ഒരു ഫാക്റ്റും കൂടിയാണത്. അപ്പം ഈ ഒരു പേപ്പർ ഒന്നും സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഈ ഒരു പേപ്പറൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. AI, ജെനറ്റിക്, നാച്ചുറൽ, NLP ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് AI വരുന്നത്. അപ്പൊ AI ആ ഒരു ഇൻട്രസ്റ്റോടെ വേണം AI-നെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ AI ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റോടെ പഠിച്ചാൽ നമുക്കത് ഈസി ആവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ AI ഇത് ഒഴിവാക്കാതെ അതും കൂടെ പഠിക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ സബ്ജക്ട് വൈസ് PYQ എല്ലാം ഈ ഒരു സമഗ്ര എന്ന് പറഞ്ഞൊരു സൈറ്റിന്റെ അകത്തുണ്ട്. അപ്പൊ ഈ ഒരു സൈറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ സബ്ജക്ട് വൈസ് നെറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. ആ ഒരു റെഫറൻസ് സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നെറ്റ് എക്സാമും നമ്മുടെ സിലബസും പേപ്പർ 1ഉം പേപ്പർ 2ഉം ടിപ്സുമായിട്ടൊക്കെ പറയാനുള്ളത്. ഓക്കെ. അപ്പോ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഹലോ. ഏജ് ലിമിറ്റ്. ഓക്കെ. ഏജ് ലിമിറ്റ് JRF-ന് മാക്സിമം 30 years ആണ്. എന്നാൽ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ റിസർവേഷൻ ലഭിക്കും. അതൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഏത് റിസർവ്ഡ് കാറ്റഗറിയിലാണോ ഉള്ളത് അതിൽ നോക്കിയാൽ മതി. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറും PhD-ക്കും നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ. അതെ, സിലബസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ മാറ്റുകയാണെങ്കിൽ തന്നെ ചെറിയ ചെറിയ ഏതെങ്കിലും സബ്ജക്റ്റ് അല്ലെങ്കിൽ ആഡ് ചെയ്യുക അങ്ങനത്തെയൊക്കെ വരുള്ളൂ. എന്നാലും ഇതുവരെ ഈ ഒരു സിലബസ് തന്നെയാണ് നെറ്റ് എക്സാം ഉണ്ടാവുക. പുതിയ സിലബസ് അപ്ഡേഷനും കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പം അതുവരെ നമുക്ക് ഈ ഒരു സിലബസ് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എക്സാം അപ്ലൈ ചെയ്തിട്ട് 2 times എഴുതാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ? നെറ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ അപ്ലൈ ചെയ്ത് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം ഇപ്പോൾ 600 സംതിങ് പൈസ ഉണ്ട്. ഇപ്പം നമ്മുടെ മണി വേസ്റ്റേജ്, പൈസ പോകുന്നുള്ളത് മാത്രമേ വരൂ. അവർക്ക് ലാഭം, നമുക്ക് നഷ്ടം എന്നുള്ള ഒരു ഫാക്ട് മാത്രമേ അവിടെ വരുള്ളൂ. അല്ലാതെ വേറൊന്നും വരില്ല. ഓക്കെ. നിങ്ങൾ എഴുതാൻ തന്നെ ശ്രമിക്കുക മാക്സിമം.
എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഏത് കോച്ചിങ് ചേരണോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. നെറ്റ് ഒറ്റയ്ക്ക് പഠിക്കണോ എന്നൊക്കെ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കിപ്പം കുറച്ചൊരു കരിയർ ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു ടച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു കോച്ചിങ്ങിന് ചേരുക, ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആ ഒരു കോച്ചിങ്ങിൻ്റെ അകത്ത് കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ്ങിനനുസരിച്ച് നിങ്ങളും കൂടെ ഉള്ളൊരു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെയിലി ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ ഒരു സബ്ജക്ട് നമ്മളെ തന്നെ ആദ്യം അനാലിസിസ് ചെയ്യുക. അതായത് നമുക്ക് എത്രത്തോളം സബ്ജക്ട് നോളജ് ഉണ്ട് എന്നുള്ള കാര്യം. അതിന് വേണമെങ്കിൽ നമുക്ക് UGC നെറ്റിന്റെ ഒരു PYQ എടുത്തിട്ട് ചെയ്തു നോക്കാം. അപ്പം കഴിഞ്ഞ വർഷത്തെ ഏതെങ്കിലും ഒരു PYQ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെയ്തു നോക്കുക. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ്, നമ്മളൊരു പൊസിഷൻ, നമുക്കിപ്പം നമ്മൾ ഏത് പൊസിഷനിലാണ് ഉള്ളതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ സമയം കൂട്ടുക. അതായത് നമ്മളെ സബ്ജക്റ്റ് നോളജിനനുസരിച്ച് സബ്ജക്റ്റ് വൈസ് പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റിന് കുറച്ചുകൂടെ ടൈം കൂട്ടുക. ആ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഞാൻ ഇത്ര ടൈം പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം 10 മണിക്കൂർ പഠിക്കണം, 8 മണിക്കൂർ പഠിക്കണം, ആ ഒരു കണക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല. കാരണം ചിലപ്പം 1 മണിക്കൂർ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടാൽ ആ 1 മണിക്കൂറിന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുക എന്നാണെങ്കിൽ അത് മതി. കാരണം നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളതല്ല, ക്വാളിറ്റി ഓഫ് ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ നമ്മൾ നല്ല ഒരു സ്മാർട്ടായിട്ട് നമുക്ക് അറിയാത്ത സബ്ജക്റ്റിൽ നല്ല രീതിയിൽ ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുക. ആ ഒരു രീതിയിൽ ഞാനൊരു ടൈം മാനേജ് ചെയ്യാന്നുള്ളത് പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന് പറയാൻ പറ്റൂല. ഇനിയിപ്പം നിങ്ങൾക്ക് ആ ഒരു വീക്കായിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ മുകളിൽ ഒരു 2 hours-ഓ 3 hours-ഓ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇരിക്കന്നെ ചെയ്യും. അപ്പൊ ആ രീതി, അത് നമ്മുടെ ഒരു മൈൻഡ് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ എനിക്കൊരു സബ്ജക്റ്റ് അറിയില്ലെങ്കിൽ ആ സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ എനിക്ക് എത്ര സമയം വേണം എന്നുള്ളത് ഞാൻ അതിൽ കൊടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും. അപ്പൊ ആ ഒരു എഫേർട്ടിനനുസരിച്ച് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ ആ രീതിയിലൊക്കെ നമ്മളെ ലിമിറ്റേഷൻസ് നമ്മൾ ഉള്ളിൽ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ബാരിയേഴ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി അതിന് അനാലിസിസ് നടത്തി നമ്മുടെ ഗോൾ എന്താണോ അതിൽ നമ്മളൊരു അനാലിസിസ് നടത്തി രണ്ടും കൂടെ നമ്മൾ ഒരു ഫയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സക്സസ് കിട്ടുന്നത്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കുന്നതും അല്ലെങ്കിൽ തോൽവിയിലേക്ക് എത്തിക്കുന്നതും. അപ്പം എത്രത്തോളം പുറത്തുനിന്നുള്ള ആൾക്കാർ നിങ്ങൾ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്താലോ എന്തൊക്കെ പറഞ്ഞാലോ ഉള്ളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വരേണ്ടത്. അപ്പം ആ ഉള്ളിൽ നിന്ന് വരുമ്പം നിങ്ങൾ അവിടെ എടുക്കുന്ന എഫേർട്ടൊക്കെ നിങ്ങൾക്ക് തന്നെ ഉള്ളതായിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു സയന്റിഫിക് ഫാക്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. യെസ്, കോച്ചിങ് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് UGC നെറ്റിന്റെ UGC നെറ്റ് എന്നുള്ളൊരു ടീമിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിന്നേഴ്സിന്റെ അകത്ത്
കോച്ചിങ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ഏകദേശം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഈ ഒരു 10+20 മൊഡ്യൂൾസിന്റെയും 100% സിലബസ് കവറേജ് അല്ല നമ്മളടുത്തുള്ളത്. നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ് മാത്രമാണ് നമ്മുടെ ആപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ കിടക്കുന്നത്. ഒരിക്കലും ഫുള്ളായിട്ട് ഒരു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തരാം. പക്ഷെ എല്ലാം പഠിക്കുക നമ്മൾ സബ്ജക്റ്റും വെയിറ്റേജിനും അനുസരിച്ച് സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു UGC നെറ്റിനെ സംബന്ധിച്ചിടത്തുള്ള ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ ആ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലൊരു 4 monthsന്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പേപ്പർ 1ഉം പേപ്പർ 2ഉം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 4 months എന്ന് പറയുന്നത് വെറുതെ അല്ല. 4 monthsന്റെ ഉള്ളിൽ തന്നെ നിങ്ങളും കൂടെ വിചാരിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് മാക്സ് ഷുവർ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഞാൻ സബ്ജക്റ്റ് വൈസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ UGCന്റെ ബാച്ചിൽ ഉള്ളവർക്കറിയാം, സബ്ജക്റ്റ് വൈസ് എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് ഒരു സബ്ജക്റ്റിന് മാക്സിമം ഒരു 100 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പിന്നെ പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആണ്. ആ ഒരു പിന്നെ വീക്ക്ലി റീഡിംഗ് കോംപ്രഹെൻഷന്റെയും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ലോജിക്കൽ റീസണിങ്ങും എക്സാംസ് ഉണ്ടാവും. അതെല്ലാ വീക്കിലും നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മളൊരു കോഴ്സ് സ്ട്രക്ചർ ഉള്ളത്. ഈ ഒരു കോഴ്സ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്ട്രക്ചറിന്റെ കൂടെയാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളെ പാത്ത് ചൂസ് ചെയ്യേണ്ടത്. ഏതൊക്കെ ടൈമിംഗ് ആണ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഏതൊക്കെ ടൈം ആയിരിക്കും എന്ന് പറഞ്ഞാല് ക്ലാസ് നമുക്ക് ലൈവ് ക്ലാസ് അല്ല, എല്ലാം റെക്കോർഡഡ് സെഷൻസ് ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ തരും, ഒരു ടൈം ടേബിൾ തരും. ആ ടൈം ടേബിളിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് നിങ്ങളെ ടാസ്ക്. അതായത് ഇപ്പം വർക്കിംഗ് വുമണും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് പഠിക്കുന്നവർ അങ്ങനെ എല്ലാവരും പലരും പല രീതിയിലായിരിക്കും. അപ്പൊ അവർക്ക് എല്ലാവരെയും ഒരു ടൈമിൽ നമുക്ക് എല്ലാവരും ഒരു ടൈമിൽ എത്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളൊരു ബുദ്ധിമുട്ടിനനുസരിച്ച് അതുള്ളത് കൊണ്ടാണ് നമ്മൾ റെക്കോർഡഡ് സെഷൻസ് തരുന്നത്. ആ ഒരു സ്റ്റഡി പ്ലാനും തരും. സ്റ്റഡി പ്ലാനിന്റെ ഉള്ളിൽ നിങ്ങൾ അത് കണ്ട് നിങ്ങളെ സിലബസ് ആ ഒരു ഇത്രയും പോർഷൻസ് തീർക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളെ ടാസ്ക്. അപ്പം ഞങ്ങൾ ഗൈഡ് ചെയ്യും, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും 4 മാസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരിക. നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യും സ്റ്റഡി പ്ലാൻ വെച്ചിട്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. പിന്നെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ഓൺലൈൻ ആണ്, ഓൺലൈൻ ക്ലാസ് ആണ്. ക്വസ്റ്റ്യൻസ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ? നിങ്ങൾ നെറ്റിനെ പോലെ തന്നെ PSCക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടെക്നിക്കൽ എക്സാംസിനും കൂടെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാം. മ്യൂട്ട് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. PSC എക്സാമിൽ ടെക്നിക്കൽ എക്സാമിൽ പൊതുവെ
വേക്കൻസി കുറവായിട്ടാണ് ഉണ്ടാവാറ്. അപ്പം ഇപ്പം ഞാൻ എഴുതിയ എക്സാം ആണെങ്കിലും അതിനൊരു വേക്കൻസി വെച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലുള്ള ഒരു ഡൗട്ട് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു വേക്കൻസിയിലൊക്കെ ഇപ്പം പഠിച്ച് ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ, അതൊന്നും കിട്ടൂലല്ലോ എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും നമുക്കൊരു ഫയർ വരും. ആക്ച്വലി നമുക്ക് എന്താണ് നമുക്കൊരു പെർമനന്റ് ആയിട്ടൊരു ജോലി വേണം എന്നുള്ളൊരു ബോധം നമുക്ക് വരുന്ന സമയത്ത് ഒരു വേക്കൻസി ആണെങ്കിൽ ആ ഒന്നെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ പഠിക്കുക. ആ ഒരു ഇതിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എങ്ങനെങ്കിലും അത് എഴുതി നോക്കുക, അങ്ങനത്തെ ഒരു ഇതിലേ നമ്മൾ പോവുള്ളൂ. പിന്നെ വേക്കൻസിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ഫാക്ട്. ഞാനിങ്ങനെ കൂടും അല്ലെങ്കിൽ ഇത്ര കൂടും എന്നുള്ള ഇതൊന്നും പറയുന്നില്ല. അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ സ്ട്രക്ചർ. അപ്പം വേക്കൻസി ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ടും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യിക്കുക. അപ്പം നമ്മളും കൂടെ അതിന് എഫേർട്ട് എടുക്കേണ്ടി വരും. വേക്കൻസി ഉണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ആവുക എന്തായാലും ചെയ്യും. അപ്പൊ അങ്ങനത്തെ സാധ്യതകൾ മുന്നിൽ കണ്ടിട്ട് പഠിക്കുന്ന ചെയ്യാം. നമുക്ക് ഒരു വേക്കൻസി ആണെങ്കിൽ നമ്മൾ പഠിക്കുക, നമ്മൾ എഴുതുക, നമ്മളെ കാര്യം ചെയ്യുക. അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് റെസ്റ്റ് ഓഫ് ദ തിങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാര്യമായിരിക്കൂല. അപ്പൊ എല്ലാം കൂടെ ഒത്തു വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും അത് ഇന്ന ടൈം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മളൊരു ടൈമിന് നമുക്കെല്ലാം ഒത്തു വരും. ആ സമയത്തായിരിക്കും നമ്മളെ ലക്ക് അവിടെ വരിക. അപ്പം ആ ഒരു കാര്യമാണ് ആക്ച്വലി ഒരു PSC എക്സാമിനെ കുറിച്ച് നിങ്ങൾ ആ ഒരു രീതിയിലും ചിന്തിക്കുക. അല്ലെ കൂടുതൽ വേക്കൻസി വന്നിട്ട് പഠിക്കുക എന്നൊന്നും വിചാരിക്കരുത്. ഞാനിപ്പം എൻ്റെ അഡ്വൈസ് വന്നു. ഞാൻ അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പം ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു വേക്കൻസിയിൽ നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആ എക്സാമിലാണ് എനിക്കിപ്പം അഡ്വൈസ് വന്നത്. ഇപ്പൊ നിങ്ങൾ ആ ഒരു വേക്കൻസിന്റെ എണ്ണം ഒന്നും നിങ്ങൾ ബോദർ ചെയ്യണ്ട. അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉണ്ടെങ്കിൽ അതെന്തായാലും ക്രിയേറ്റ് ആവും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനിപ്പം എന്താണേലും നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ മടിയൊന്നും വിചാരിക്കണ്ട. നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളെല്ലാവരും. ഇപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ചോദിക്കണം എന്നുള്ള മടി വിചാരിക്കരുത്. ആരോടാണെങ്കിലും ചോദിക്കാം. അതിൽ വലിപ്പം ചെറുപ്പം അതൊന്നും വിചാരിക്കണ്ട. ഓക്കെ, എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് UGC നെറ്റിന്റെ നല്ലൊരു ഗൈഡൻസും ഈ ഒരു കോച്ചിങ് കൂടെ നിങ്ങൾക്ക് PSC എക്സാമിന്റെ രണ്ടിന്റെയും കൂടെ ഒരു സ്ട്രക്ചറിലാണ് നമ്മളെ കോഴ്സ് ഉള്ളത്. അപ്പം ആ രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നെറ്റും PSC നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും കൂടെ അതിന് ശ്രമിക്കണം എന്നുള്ളത് മാത്രം. ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ നിങ്ങളെ ഗൈഡ് ചെയ്യുള്ളൂ. നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. അപ്പൊ നിങ്ങളൊരു ലേസി ആയിട്ട് അല്ലെങ്കിൽ പിന്നെ പഠിക്കാം അല്ലെങ്കിൽ പിന്നെ മാറ്റി വെക്കാം എന്നുള്ളത് വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു ഗൈഡൻസിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോവുക.
നമുക്ക് ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു വൈൻഡപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ കോഴിക്കോടാണ് എൻ്റെ പ്ലേസ് കേട്ടോ. ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അല്ലേ സാദിഖ് സർ? ഓക്കെയാണ് മിസ്സേ. ആ, ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ കോഴ്സ് സംബന്ധമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നെറ്റ് എക്സാമിനെ കുറിച്ചാണെങ്കിലോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ വേറെ ഡൗട്ടുകൾ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ് എന്ന മിസ്സിന്റെ ഒരു താങ്ക്സ് പറയാണ് വിന്യാസ് അക്കാദമിയുടെ പേരിലും പിന്നെ പങ്കെടുത്ത നമ്മുടെ സ്റ്റുഡൻസിന്റെ പേരിലും. ഓക്കെ, താങ്ക് യു. ഓക്കെ മിസ്സേ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്.